നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുന്നത് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ഒരു പ്രശ്നമാണ്. ഇവർ രണ്ടും ഇസ്ലാമിക് കൺട്രീസാണ്. പക്ഷെ എന്നിട്ടും എന്താണ് അവരുടെ തമ്മിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു സെക്ടേറിയൻ യുദ്ധം എന്ന് തന്നെ പറയാം. ഈ സെക്ടേറിയൻ എന്ന് പറയുമ്പോഴത്തേക്കും ഈ താലിബാൻ ആണ് അവിടെ ഏറ്റവും വലിയ ഒരു സെക്ടേറിയനായിട്ട് ഉള്ളത്. പാകിസ്ഥാൻ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ക്ഷയിച്ച അവസ്ഥയിലാണ്. അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ ആർമി ബറ്റാലിയൻസിനെയാണ് ഈ ഒരു താലിബാൻ ടാർഗറ്റ് ചെയ്യുന്നത്. താലിബാനിൽ അഫ്ഗാനിസ്ഥാൻ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു താലിബാനുണ്ട്. അതുപോലെ തന്നെ ഈ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഇടയ്ക്ക് ഈ ഖൈബർ പഖ്തൂൺവ എന്ന് പറയുന്ന ആ പിഷാവർ ഏരിയയുമായിട്ട് ചേർന്നിട്ട്, അതായത് ഈ അഫ്ഗാനിസ്ഥാൻ ബോർഡർ ഷെയർ ചെയ്യുന്ന ഭാഗത്ത് കിടക്കുന്ന കുറച്ച് താലിബാനുകളുണ്ട്. അപ്പോൾ അവരാണ് ഈ TTP എന്ന് പറയുന്നത്, തെഹ്രീക്ക് താലിബാൻ എന്ന് പറയുന്നത്. ഈ തെഹ്രീക്ക് താലിബാൻ കൃത്യമായിട്ട് എയിം ചെയ്യുന്നത് പാകിസ്ഥാന്റെ ആർമിയാണ്. പാകിസ്ഥാന്റെ ആർമിയിലുള്ള ആൾക്കാരെ വധിക്കുക എന്നുള്ളതാണ് ഈ TTPയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം. ഓക്കെ, എന്താണ് പാകിസ്ഥാനും ഇവർ തമ്മിലുള്ള പ്രശ്നം? പാകിസ്ഥാനിൽ വെച്ചാൽ പാകിസ്ഥാൻ വെള്ളം ചേർത്തുകൊണ്ടുള്ള കുറച്ച് അവർക്ക് വേണ്ട രീതിയിലുള്ള ഒരു നിയമങ്ങളൊക്കെ മാറ്റി മറിച്ചുകൊണ്ടുള്ള ഒരു നിയമം പാലിച്ചുകൊണ്ടുള്ള ഒരു ഇസ്ലാമാണ് അവർ പിന്തുടരുന്നത്. പക്ഷേ ഈ താലിബാൻ പറയുന്നത് അങ്ങനെ പാടില്ല. കാരണം പാകിസ്ഥാനിലെ ആൾക്കാർക്ക്, പെണ്ണുങ്ങൾക്കൊക്കെ സ്കൂളിലൊക്കെ പോവാം. പക്ഷേ താലിബാൻ പറയുന്നത് വെച്ചാൽ അത് പാടില്ല എന്നുള്ളത്. കാരണം താലിബാൻ അതിൽ നിന്നും കുറച്ചുകൂടെ വ്യത്യസ്തമായ രീതിയിലുള്ള ആശയം ഉൾക്കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഈ താലിബാൻ പറയുന്നത് ഞങ്ങളാണ് ശരിയായ ആൾക്കാർ, ഞങ്ങളാണ് ശരിയായ വിശ്വാസികൾ, നിങ്ങളല്ല ശരിയായ വിശ്വാസികൾ. അപ്പോൾ നിങ്ങൾക്ക് ശരിയായ വിശ്വാസം ഞങ്ങൾ പഠിപ്പിക്കാം എന്നാണ് ഇവർ മുന്നോട്ട് വെക്കുന്ന ആശയം. അപ്പോൾ എന്തായാലും ഈ അഫ്ഗാനിസ്ഥാനിലുള്ള താലിബാൻ ഏതാണ്ട് അമേരിക്കയുടെ നേതൃത്വത്തിൽ അവിടെ പിന്നെ ഭരണകൂടമൊക്കെ അവിടെ ഒരു ഭരണ സമിതിയൊക്കെ അവിടെ റെഡിയാക്കി അവർ അഫ്ഗാനിസ്ഥാൻ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അവർ കുറച്ച് മോഡറേറ്റ് ആണ് എന്നുള്ള രീതിയിൽ വരുത്തി തീർത്തുകൊണ്ട് അവരൊരു അതിക്രൂരമായ ഒരു റൂളിംഗ് തന്നെയാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെയും സ്ത്രീകൾക്കൊന്നും സ്കൂളിൽ പോകാനൊന്നും പറ്റത്തില്ല. ആ അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാൻ കഴിഞ്ഞ ഒരു 1.5 വർഷമായിട്ട് കുറെ അഫ്ഗാനികളെ ഡീപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കുറച്ച് അഫ്ഗാനികളായിട്ടുള്ള ആൾക്കാർ, പാകിസ്ഥാനിലുള്ള ആൾക്കാരെ ഇവർ കണ്ടെത്തുകയും അവരെ ഏതാണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാരെ ഇവർ ഡീപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ 1.5 വർഷം കൊണ്ട് ഇവർ ഡീപ്പോർട്ടേഷൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഡീപ്പോർട്ടേഷൻ നടപടി ചെയ്ത് ഈ ആൾക്കാരെയൊക്കെ അഫ്ഗാനിസ്ഥാന്റെ ബോർഡർ കടത്തി വിടുകയും ഇപ്പൊ അവര് പോയി താമസിച്ചിരിക്കുന്ന സ്ഥലം, അതായത് അവർ അഫ്ഗാനിസ്ഥാന്റെ ഉള്ളിൽ അവർ വളരെ കഷ്ടപ്പെട്ട് താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെയാണ് പോയിട്ട് ഇന്നലെ ഈ പാകിസ്ഥാന്റെ ഉള്ളിൽ തുടരെ നടന്നുകൊണ്ടിരിക്കുന്ന തീവ്രവാദ ആക്രമണത്തിന് ഈ ഒരു തെഹ്രീക്ക് താലിബാനുകളാണ് കാരണം എന്നുള്ളത് ആരോപിച്ചുകൊണ്ട് ഇവരുടെ പുറകിലിരിക്കുന്നത് താലിബാനുകളാണ്, അതായത് അഫ്ഗാൻ താലിബാനുകളാണെന്നുള്ള രീതിയിലുള്ള ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ഇവർ പോയി ഇന്നലെ ബോംബിട്ടത്. കാരണം പാകിസ്ഥാന്റെ ഉള്ളിൽ ഓൾറെഡി ഫൈറ്റർ ജെറ്റ് ഉണ്ട്, എന്നിരുന്നാലും അവർ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അത് ചൈനയുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടാണ് പോയതെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ ആ രീതിയിൽ അവർ പോയി 3 സ്ഥലങ്ങളിലാണ് കൃത്യമായിട്ട് അവർ അറ്റാക്ക് ചെയ്തത്. 3 സ്ഥലങ്ങളിൽ അവർ അറ്റാക്ക് ചെയ്തു. 3 സ്ഥലങ്ങളിലും കൃത്യമായിട്ട് 15 പേരാണ് കൊല്ലപ്പെട്ടത്. കുറെ ആൾക്കാർക്ക് അതിക്രൂരമായ രീതിയിൽ പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് വാർത്തയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതേ പെട്ടു എന്നുള്ളതാണ്, അതായത് ഒരു ഫാമിലിയുള്ള 5 പേര് കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. അപ്പൊ നിരുപാധികം ഒരു ഫാമിലിയൊക്കെ മൊത്തത്തിൽ പോകുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ ഇത് പാകിസ്ഥാൻ യാതൊരുവിധ കൺഫർമേഷൻസും ഇല്ലാതെയാണ് പോയി ബോംബിട്ടത്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാന്റെ ഉള്ളിലാണ് ഇവർ പോയി ബോംബിട്ടിരിക്കുന്നത്. അതുകൊണ്ട് അഫ്ഗാനിസ്ഥാൻ ഞങ്ങളുടെ സോവറിനിറ്റി അഥവാ ഞങ്ങളുടെ നാഷണാലിറ്റി, ഞങ്ങളുടെ ചോര തിളയ്ക്കുന്നു എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട്, അതായത് താലിബാൻ തന്നെ അതിക്രൂരമായ കൊലപാതകങ്ങൾ നടത്തുന്ന ആൾക്കാരാണ്. അവർ തന്നെ പറയുകയാണ് ഞങ്ങളുടെ രാജ്യത്തിന്റെ സോവറിനിറ്റിയൊക്കെ ബാധിക്കപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവരിപ്പം തിരിച്ച് റിറ്റാലിയേഷൻ ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ യുദ്ധം തുടങ്ങുന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത് കാര്യങ്ങൾ. താലിബാനുകൾ എന്ന് പറഞ്ഞാൽ അവർ നല്ല കാടന്മാരായിട്ട് പോയി അറ്റാക്ക് നടത്തുന്ന ആൾക്കാരാണ്. അപ്പൊ ഇനിയിപ്പം പാകിസ്ഥാന്റെ അവസ്ഥ കണ്ടറിയണം. ഈ ഒരു സമയത്തിൽ പാകിസ്ഥാനെ പറ്റിയ അബദ്ധം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ അമേരിക്കയും പിണക്കി വെച്ചിരിക്കുകയാണ്. കാരണം അമേരിക്കയുടെ സപ്പോർട്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇവർക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പൊ ഇവർ ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതിന്റെ ഒരു വലിയൊരു ചോദ്യചിഹ്നം പാകിസ്ഥാന്റെ മുന്നിൽ നിൽക്കുകയാണ്. ഇപ്പോൾ പാകിസ്ഥാന്റെ ലോങ് റേഞ്ച് മിസൈൽ നിർമ്മാണത്തിനെ കുറിച്ചുള്ള ഒരു തർക്കം ഓൾറെഡി അമേരിക്കയ്ക്കും പാകിസ്ഥാനിടയിൽ നിലനിൽപ്പുണ്ട്. 15,000 കിലോമീറ്റർ റേഞ്ച് ഉള്ള ഒരു മിസൈൽ അവർ നിർമ്മിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രശ്നം അവിടെ നിലനിൽക്കുകയാണ് ഓൾറെഡി. അപ്പൊ അതുകൊണ്ട് തന്നെ അമേരിക്ക ഇടപെടാതെ നിൽക്കുന്നതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ചൈനയ്ക്ക് തിങ്ക് ചെയ്യാനുള്ള ഒരു ടൈം കൂടിയാണ്. കാരണം ഇത് വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് കിടക്കുന്ന ഒരു ഇഷ്യൂ ആണ്. കാരണം ചൈനയുമായിട്ട് ഇവർ ഇതേപോലെ ഒരു ന്യൂക്ലിയർ സെക്കൻഡ് സ്ട്രൈക്കിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞിട്ട്, ഒരു മിസൈൽ വേണം എന്ന് പറഞ്ഞ് ചൈനയുമായിട്ട് ഇവർ ഇടഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ചൈന എന്ന് പറഞ്ഞാൽ ചൈനയ്ക്ക് ഗൗഡാർ പോർട്ട് ഞങ്ങൾ തരത്തില്ല, നിങ്ങൾ ന്യൂക്ലിയർ മിസൈലിന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഞങ്ങൾ ഗൗഡാർ പോർട്ടിൽ നിങ്ങൾക്ക് മിലിറ്ററി ബേസിന്റെ ഒരു ഓപ്ഷൻ തരൂ എന്നുള്ള നിലയിൽ പറഞ്ഞിരിക്കുകയാണ്. അത് കൂടാതെ പാകിസ്ഥാനുള്ള ഒരു പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേടിച്ചിരിക്കുന്ന പൈസ, ചൈന അവിടെ ഒരുപാട് പബ്ലിക് പ്രോജക്റ്റുകളിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം തന്നെയും പലിശയ്ക്കാണ് ഈ പൈസ. ഈ ചൈന ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിരിക്കുന്ന എല്ലാ പൈസയും കടമാണ്. അതായത് ഇത് ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായിട്ടാണ് ചൈന പാകിസ്ഥാന്റെ ഉള്ളിൽ ഇത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ പൈസയ്ക്കെല്ലാം പലിശയും കൂടെ കൊടുക്കണം.
അപ്പൊ ഈ പലിശയും കൂടെ കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ ശ്രീലങ്കയിൽ സംഭവിച്ചില്ലേ, ഹമ്പൻതോട്ട തുറമുഖം അവർ മൊത്തത്തിൽ 99 വർഷത്തിന് പാട്ടത്തിനെടുത്തത്. അതുപോലെ ചൈനയെ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാന്റെ ഉള്ളിൽ പല സ്ഥലങ്ങളും ചൈന പാട്ടത്തിനെടുക്കും. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പാകിസ്ഥാന്റെ പല ഭാഗങ്ങളും ചൈനയുടെ കൈവശത്ത് പോകും എന്നുള്ളതിൽ പാകിസ്ഥാൻ അതിഭീകരമായ ആശങ്കയിലാണ്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിലാണ് ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചവടം എന്നുള്ള നിലയിൽ പാകിസ്ഥാൻ ബംഗ്ലാദേശിനെ സഹായിക്കുകയും അവർക്ക് തീവ്രവാദ പരിശീലനം കൊടുക്കുകയും ഇന്ത്യക്കെതിരെ എങ്ങനെ പ്രവർത്തിക്കാം എന്നുള്ള രീതിയിലുള്ള ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിൽ നിന്ന് നമ്മൾ മിഡിൽ ഈസ്റ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ ഏതാണ്ട് ലെബനാനിൽ നടത്തിയ യുദ്ധത്തിൽ ഇസ്രായേൽ ഒരു ഡിസ്പ്ലേ വെച്ചിരിക്കുകയാണ്. ആ ഡിസ്പ്ലേയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 85,000 ഐറ്റംസിൽ ഈ യുദ്ധത്തിന് ഉപയോഗിച്ച പല രീതിയിലുള്ള റോക്കറ്റുകൾ, പല തരത്തിലുള്ള ഈ ഗ്രനൈഡുകൾ, അതേപോലെ പല രീതിയിലുള്ള വെപ്പൺസ് 85,000 എണ്ണം കളക്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. കളക്ട് ചെയ്തത് ചുമ്മാ വെറുതെ കളക്ട് ചെയ്തതല്ല, 30 ഗ്രാമങ്ങൾ, 30 വില്ലേജസ് ഇവര് റെയ്ഡ് ചെയ്തിട്ടാണ് ഇത് കണ്ടെത്തിയത്. 30 വില്ലേജസ് റെയ്ഡ് ചെയ്തിട്ട് ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് IDF പുറത്തു വിട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഇസ്രായേൽ ഗഡ്സ്, അതായത് ഇസ്രായേലിന്റെ ഡിഫൻസ് മിനിസ്റ്റർ വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് ഫിലഡൽഫി കോറിഡോർ. ഈ ഫിലഡൽഫി കോറിഡോർ എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, അതായത് ഈ ഗാസയിൽ നിന്നും ഈജിപ്തിലോട്ട് പോകുന്ന ആ ഒരു കോറിഡോർ ആണ്. ആ ഒരു കോറിഡോർ ഇനി ഫുൾ ആൻഡ് ഫുൾ IDFന്റെ കൺട്രോളിലായിരിക്കും എന്ന് വളരെ ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ്. അതിൽ നിന്ന് ഇനി ഒരു കാലത്തേക്കും IDF പിന്മാറുകയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ കാരണമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇതിലൂടെയാണ് ഏറ്റവും കൂടുതൽ ടണൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിനു മുമ്പ് ഹമാസ് ശ്രമിച്ചിരുന്നതും വിജയകരമായി ആ ടണൽ പൂർത്തീകരിച്ചു വന്നതും. അതായത് ഈജിപ്തിൽ നിന്നും ഈ ടണൽ വഴിയാണല്ലോ ഈ സാധനങ്ങളെല്ലാം ഇവർ അകത്തോട്ട് കൊണ്ടുവന്നത്. അപ്പൊ അതിലൊരു പ്രധാനപ്പെട്ട ഹമാസിന് ടണൽ ഉണ്ടാക്കാൻ ഏറ്റവും സഹായകരമായത് ഈ ഒരു കോറിഡോറാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇനി ഈ ഒരു കോറിഡോറിനെ വിട്ടുകൊണ്ട് ഇതിന്റെ സെക്യൂരിറ്റി ഇനി വേറെ ആർക്കും കൈമാറിക്കൊണ്ട് ഇനി ഒരു വീഴ്ച വരുത്താൻ ഇസ്രായേൽ തയ്യാറാകുന്നില്ല എന്നാണ് ഈ തീരുമാനത്തിന്റെ പിന്നിലുള്ള കാരണം. IDFന്റെ ചീഫ് ഓഫ് സ്റ്റാഫ് പുള്ളി പറഞ്ഞിരിക്കുന്നത് ഇറാനെ ഏത് നേരത്തും ഏത് സമയത്തും ആക്രമിക്കാൻ തയ്യാറാണെന്നുള്ള നിലയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഇറാനിന് ഒരു ത്രെട്ട് തന്നെയാണ്. ഇറാന്റെ ഉള്ളിലുള്ള പത്രമാണ് ഈ ഒരു വാർത്ത എടുത്ത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അതായത് ഇസ്രായേലിന്റെ സൈഡിൽ നിന്നല്ല ഈ ഒരു വാർത്ത വന്നിരിക്കുന്നത്, ഇറാന്റെ ഉള്ളിൽ നിന്നാണ് ഈ ഒരു വാർത്ത വന്നിരിക്കുന്നത്. ഇറാൻ ശരിക്കും പറഞ്ഞാൽ ഒരു ആശങ്കാജനകമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഇടയ്ക്ക് ചെറിയ ഗിമ്മിക്കുകളുമായിട്ട് ഇറാൻ വരുന്നുണ്ട്. അതായത് അവരുടെ ഫോറിൻ പോളിസി, ഇറാന്റെ ഫോറിൻ പോളിസി ഞങ്ങൾ ചേഞ്ച് ചെയ്യുന്നു, ചില ഫോറിൻ പോളിസിയിൽ ചില മാറ്റങ്ങൾ വരുത്തുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവർ ഈ ഒരു പ്രോക്സികളെയൊക്കെ തള്ളി പറഞ്ഞത്. അതുപോലെ തന്നെ ഇവർ സിറിയക്കിട്ടൊരു പണി, അതായത് സിറിയയുടെ ജനങ്ങളുടെ ഒരു ആഗ്രഹം മാനിക്കണം, ജനങ്ങളുടെ ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ സിറിയയുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, അതായത് സിറിയ ജനങ്ങളുടെ ആഗ്രഹം ഉണ്ടെങ്കിൽ, ഇതൊക്കെ എന്ത് കോമഡിയാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ആ രീതിയിൽ ചില തന്ത്രപരമായ നീക്കങ്ങളുമായിട്ടൊക്കെ ഇറാൻ മുന്നോട്ട് വരുന്നുണ്ട്. ഇതൊക്കെ നിലവിലുള്ള സിറിയൻ ഭരണകൂടത്തിനെ സ്വാധീനിച്ച് അവിടെ എങ്ങനെയും ഒരു എംബസി അങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിന്റെ ഒരു തത്രപ്പാടായിട്ടാണ് ഇത് കണക്കാക്കാൻ പറ്റുന്നത്. ഇന്നലെ സിറിയക്കുള്ളിൽ ഹോംസ് പറഞ്ഞ ആ ഒരു സിറ്റിയിൽ ചെറിയൊരു പ്രതിഷേധം അവിടെ നടന്നിട്ടുണ്ട്. ചെറിയെന്ന് പറഞ്ഞാൽ വളരെ ചെറുതൊന്നുമില്ല, നല്ല രീതിയിൽ തന്നെയുള്ള ഒരു പ്രൊട്ടസ്റ്റ് ആണ്. അതായത് അവിടുത്തെ അലോവിറ്റ് മൈനോറിറ്റിയും അതുപോലെ തന്നെ ഷിയ മുസ്ലിംസും, ഈ രണ്ട് കൂട്ടരും ഈ അസാദുമായിട്ട് വളരെ ക്ലോസ് കോൺടാക്റ്റിൽ ഉണ്ടായിരുന്ന അസാദ് റെജീമിന്റെ സപ്പോർട്ടിൽ നിലനിന്നിരുന്ന കമ്മ്യൂണിറ്റീസ് ആണ് കേട്ടോ. അപ്പൊ അവര് ഇപ്പോഴത്തെ ഒരു HTS റെജീമിനെതിരെ അവർ ചെറിയൊരു പ്രൊട്ടസ്റ്റ് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ പുറകിൽ ഇറാനാണെന്നാണ് ഈ HTS നിലവിലുള്ള സിറിയൻ ഭരണകൂടം വിചാരിക്കുന്നത്. അപ്പൊ അവർക്ക് അതിന്റെ കൃത്യമായിട്ടുള്ള പ്രൂഫ് ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷെ എന്നാൽ അവരുടെ ഒരു അനുമാനം, അവരുടെ നിഗമനം അങ്ങനെയാണ്. കാരണം ഈ ഷിയ ഗ്രൂപ്പാണ് അവിടെ ഈ ഒരു പ്രശ്നം തുടങ്ങി വെക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അവർ ഷിയ കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് തന്നെ ഇറാനെ നേരിട്ട് ഒരു പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. അതിന് വേറെ തെളിവുകളുടെ ആവശ്യമൊന്നും ഇല്ല എന്നുള്ളതാണ്. കാരണം ഈ ഷിയ എന്ന് പറഞ്ഞ ഒറ്റ പേര് മതി ഇറാനിലേക്ക് നേരെ വിരൽ ചൂണ്ടാൻ. അപ്പൊ ആ രീതിയിലാണ് അവർ ഫൈൻഡിങ്സ് നടത്തിയിരിക്കുന്നത്. അതിന് പുറമെ ഈ ഒരു HTSന്റെ ലീഡർ ജൊലാനി ഒരു വാർണിംഗ് കൂടെ കൊടുത്തിട്ടുണ്ട് ഇറാന്. എന്താണെന്ന് പറഞ്ഞാൽ, ഇറാൻ ഇനി ഇവിടെ സിറിയയിൽ ഒരു കേയോസ് ഉണ്ടാക്കാം എന്ന് വിചാരിക്കരുത്. അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് ഇറങ്ങി അടിക്കും എന്നുള്ള രീതിയിൽ ഒരു വാർണിംഗ്, ഒരു ത്രെട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇസ്രായേൽ മാത്രമല്ല ഇറാന് ഭീഷണിയായിട്ടുള്ളത്, ഇപ്പം അത് സിറിയയും കൂടെ ഒരു ഭീഷണിയായിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ ഇതെല്ലാം കണ്ടിട്ട് അവിടുത്തെ പ്രസിഡന്റ് മസൂദ് പെസസ്കിയാൻ പറയുന്നത്, അതായത് നമ്മൾ എന്ത് തീരുമാനം എടുത്താലും ജനങ്ങളുടെ വിശ്വാസം, ഏത് ജനങ്ങളുടെ, ഇറാൻ ജനങ്ങളുടെ വിശ്വാസം ആദ്യം ആർജിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. അതായത് ഇന്റലിജൻസിന്റെ ക്ലിയർ ആയിട്ടുള്ള റിപ്പോർട്ടുണ്ട്, നമ്മൾ ഇറാൻ ജനങ്ങളുടെ ആഗ്രഹം മാനിക്കാണ്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ എടുത്തുകൊണ്ട് സിറിയയുടെ ഉള്ളിലോ അല്ലെങ്കിൽ വീണ്ടും ലെബനാന്റെ ഉള്ളിലോ അല്ലെങ്കിൽ വീണ്ടും ഹമാസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടില് ഒരു പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി, രാഷ്ട്രീയ അരക്ഷിതത്വം അഥവാ ഒരു സിവിൽ വാർ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് പുള്ളി സൂചിപ്പിക്കുന്നത്. ഇപ്പൊ അതാ പ്രസിഡന്റ് തന്നെ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഇറാന്റെ പ്രസിഡന്റ് ഡയറക്റ്റ് ആയിട്ട് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുകയാണ്,
എന്തുകൊണ്ടാണ് സിറിയയുടെ ഭാഗത്ത് ഈ ഒരു ലീഡർ, പുതിയ ലീഡർ ആയിട്ടുള്ള ജുലാനി ഈ ഒരു ഇറാനെ കുറിച്ച് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ വളരെ കൃത്യമാണ്. അതായത് ആയത്തുള്ള ഖമനേയി ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുകയാണ്. അതായത് വേണ്ടി വന്നാൽ നമുക്ക് സിറിയൻ റെജീമിനെ താഴെ ഇറക്കാൻ കഴിയും, അതായത് ഇപ്പൊ തൽക്കാലം ഇപ്പൊ കയറിയിരിക്കുന്ന ഒരു പുതിയ ഭരണകൂടത്തിനെ താഴെ വലിച്ചിടാൻ കഴിയും എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പുള്ളി പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ സിറിയക്കുള്ളിൽ നിലനിൽക്കുന്ന ഇത് അസാദിന്റെ ഭരണകൂടമുള്ള സമയത്ത് അവിടെ ഉണ്ടായിരുന്ന കുറെ സപ്പോർട്ടേഴ്സ് ഉണ്ടാവും, അവരെയൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് സിറിയക്കുള്ളിൽ ഒരു പ്രതിഷേധം രൂപപ്പെടുത്തി അതുപോലെ ഈ ഒരു ഭരണകൂടത്തിനെതിരെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അട്ടിമറിച്ച് കളയാം അതിനുള്ള ചിന്താഗതി ഇട്ടുകൊടുക്കുന്നതായിട്ടാണ് ഈ ഒരു ഖമനയുടെ സ്റ്റേറ്റ്മെന്റ് പുറത്തു വന്നിരിക്കുന്നത്. ഇതാണ് ആ ഒരു സ്റ്റേറ്റ്മെന്റ് വളരെ കൃത്യമായിട്ട് പുള്ളി പറഞ്ഞിരിക്കുകയാണ്. അതായത് സിറിയക്കുള്ളിൽ എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതിനെ കുറിച്ചുള്ള സ്റ്റേറ്റ്മെന്റ്, ഖമനയുടെ സ്റ്റേറ്റ്മെന്റ് ആണ് ഞാനിത് അവിടെ താഴെ വെച്ചിരിക്കുന്നത്. ഇറാൻ ഉണ്ടല്ലോ, ഇറാൻ $700 മില്യൺ ഒരു ഓപ്പൺ FDI ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതായത് ഇറാൻ അല്ല ഓപ്പൺ ചെയ്തിരിക്കുന്നത്, ഇറാന്റെ ഉള്ളിലേക്ക് പൈസ ഇടാൻ താല്പര്യമുള്ളവർ 700 മില്യന്റെ ബോണ്ട് അവർ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. പോയിട്ട് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, പോയി പർച്ചേസ് ചെയ്തിട്ട് നമുക്ക് അവർക്ക് പൈസ കൊടുക്കാം. കാരണം അവിടെ ഇറാന്റെ ഉള്ളിൽ എക്കണോമിക് സിറ്റുവേഷൻസ് ആ രീതിയിൽ ഒരു അൺസ്റ്റേബിൾ ആയിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാരണം അവരുടെ കറൻസി വാല്യൂ ഒരുപാട് താഴോട്ട് പോയിരിക്കുകയാണ്. അവരുടെ റിയാലൊക്കെ അടിച്ചു നോക്കി കഴിഞ്ഞാൽ കമ്പയർ വിത്ത് ഗ്ലോബൽ ട്രേഡിംഗ് കറൻസിയുമായിട്ട് നോക്കി കഴിഞ്ഞാൽ വളരെ താഴ്ന്ന അവസ്ഥയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ പ്രതിസന്ധിയിലാണ്, പൈസ ഇല്ല. കാരണം പൈസയൊക്കെ ഹിസ്ബുള്ളയുടെയും ഹൂത്തികളുടെയും ഇവിടെയൊക്കെ കയ്യിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരൊക്കെ ഇപ്പം അടി മേടിച്ച് മൊത്തം തീർത്ത് കളഞ്ഞിരിക്കുകയാണ്. പിന്നെ അത് പോരാഞ്ഞതിന് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഏതാണ്ട് 85,000-ഓളം വരുന്ന കളക്ഷൻസ് വെപ്പൺസ് മൊത്തം ഇസ്രായേൽ അങ്ങ് തൂത്തുവാരി എടുത്തുകൊണ്ട് പോയിരിക്കുകയാണ്. അവർ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്, നല്ല രീതിയിൽ നല്ല കിണ്ണം കാച്ച ഫോട്ടോസ് എടുത്ത് വെളിയിൽ ഇട്ടിട്ടുണ്ട്, ഇന്ന സാധനങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ടെന്നുള്ളത്. അപ്പൊ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് നഷ്ടക്കച്ചവടം തന്നെയാണ് ഏത് രീതിയിൽ നോക്കിയാലും. ആർക്കാണ്? ഇറാന് വലിയ നഷ്ടക്കച്ചവടമാണ് ഏത് രീതിയിൽ നോക്കിയാലും. ഇറാൻ അങ്ങനെ 700 മില്യൺ ഇറക്കുമ്പം ഇന്ത്യ സെറ്റപ്പ് ആയിട്ടൊരു കാര്യം ചെയ്തിട്ടുണ്ട്. ഇന്ത്യയും വിയറ്റ്നാമും തമ്മിൽ ഒരു പുതിയ കരാർ. ആ കരാറിൽ എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയുടെ സൂപ്പർസോണിക് ബ്രഹ്മോസ് മിസൈൽ അത് വിയറ്റ്നാം മേടിക്കുകയാണ്. അതിന്റെ കരാറൊക്കെ റെഡിയായിരിക്കുകയാണ്. 2 ദിവസത്തിൽ അത് പിന്നെ ഫൈനലൈസ്ഡ് ആവും. ഇത് ഏതാണ്ട് $700 മില്യൺ വർത്ത് വരുന്ന ഒരു കരാറാണ്. ഇത് ഇങ്ങനെ 1-2 ബിസിനസ് നമുക്ക് നടന്നാൽ മതി ഇന്ത്യയുടെ ഡിഫൻസ് സെക്ടറിന് അത് മതി. വളരെ കൃത്യമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. കാരണം നമുക്ക് ഈ ഒരു 700 മില്യന്റെ ഒരു കരാറ്, ഇതൊരു കരാർ മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ ഇന്ത്യക്ക് ഇതൊരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ്. അപ്പൊ ഇന്ത്യയും വിയറ്റ്നാമും തമ്മിലുള്ള ഒരു കരാർ എസ്റ്റാബ്ലിഷ് ആവുകയാണ്. അതിനകത്ത് 700 മില്യൺ വർത്ത് വരുന്ന ഒരു സൂപ്പർസോണിക് ബ്രഹ്മോസ് മിസൈലാണ് നമ്മുടെ അടുത്ത് നിന്ന് വിയറ്റ്നാം മേടിക്കുന്നത്. ഇത് ഓൾറെഡി ഫിലിപ്പൈൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതേപോലത്തെ സിമിലർ കാറ്റഗറിയിൽ വരുന്ന ഒരു കരാറും ആ ഒരു വെപ്പൺ ട്രേഡിംഗുമാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്, ഇതിനകത്ത് ഉൾപ്പെടുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ കൂടുതൽ ഉയരങ്ങളിലേക്ക് തന്നെയാണ് പോകുന്നത്. ഇതിന്റെ ഇടയ്ക്കാണ് ഈ ബംഗ്ലാദേശ് പോലത്തെ ചെറിയ സ്ഥലത്തുള്ള യുവമാരൊക്കെ കിടന്ന് നമ്മളെ തോണ്ടാൻ വരുന്നത്. അപ്പൊ ഇതൊക്കെ ഒന്നും നമുക്ക് ഇതൊന്നും ഒരു വിഷയമേ അല്ല എന്നുള്ളതാണ്. നമ്മൾ ഇതിനെയൊക്കെ മറികടന്ന് മുന്നോട്ട് പോകും. ഇതിനേക്കാളും എത്രയോ വലിയ ആൾക്കാരെയൊക്കെ നമ്മൾ തഴഞ്ഞിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പൊ ഇനിയും നമ്മൾ അങ്ങനെ തന്നെ തുടരും. അപ്പൊ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു സോ മച്ച്.